സ്റ്റാൻഡേർഡ് 9 ചാപ്റ്റർ 3 പാരലൽ ലൈൻസ് സമാന്തര വരകൾ എന്ന അധ്യായത്തിലെ പേജ് നമ്പർ 54 ക്വസ്റ്റ്യൻ നമ്പർ 4 ഒന്ന് ശ്രദ്ധിക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ഒരു വരയുടെ അഗ്രബിന്ദുക്കൾ അതിന് മുകളിലായി അടയാളപ്പെടുത്തിയിരിക്കുന്ന രണ്ട് ബിന്ദുക്കളുമായി യോജിപ്പിച്ച് ത്രികോണങ്ങൾ വരച്ച് ഈ ത്രികോണങ്ങളുടെ ഇടതും വലതുമുള്ള വശങ്ങളുടെ മധ്യബിന്ദുക്കൾ അടയാളപ്പെടുത്തി ഒരു ചതുർഭുജം വരച്ചാൽ ഇങ്ങനെ വരയ്ക്കുന്ന ഏതൊരു ചതുർഭുജവും സാമാന്തരികമാണെന്ന് തെളിയിക്കണം. ഇതെങ്ങനെയാണ് തെളിയിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഇ, എഫ്, ജി, എച്ച് ഇതെല്ലാം വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. ആദ്യം നമുക്ക് ത്രികോണം എ ബി സി ഒന്ന് ശ്രദ്ധിക്കാം. അവിടെ എ സിയുടെ മധ്യബിന്ദു എച്ച്, ബി സിയുടെ മധ്യബിന്ദു ജി. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും മൂന്നാമത്തെ വശത്തിൻ്റെ പകുതിയുമായിരിക്കും. ഇവിടെ എച്ച് ജി എ ബിക്ക് സമാന്തരവും എ ബിയുടെ പകുതിയുമായിരിക്കും. അതാണ് ഇക്വേഷൻ 1. ഇനി നമുക്ക് ആ വലിയ ത്രികോണം എ ബി ഡി ഒന്ന് പരിഗണിക്കാം. അവിടെ എ ഡി എന്ന വശത്തിൻ്റെ മധ്യബിന്ദു ഇയും ബി ഡി എന്ന വശത്തിൻ്റെ മധ്യബിന്ദു എഫും ആണ്. അതുകൊണ്ട് തന്നെ ഇ എഫ് എ ബിക്ക് സമാന്തരമായിരിക്കും, അതുപോലെ എ ബിയുടെ പകുതിയുമായിരിക്കും. അതാണ് ഇക്വേഷൻ 2. ഇനി ഈ രണ്ട് ഇക്വേഷനും പരിഗണിച്ചാൽ എ ബിക്ക് സമാന്തരമായ രണ്ട് വരകൾ ഇ എഫും ജി എച്ചും പരസ്പരം സമാന്തരമായിരിക്കും. അതുപോലെ എ ബിയുടെ പകുതി നീളമുള്ള രണ്ട് വരകളാണ് എച്ച് ജിയും ഇ എഫും. അതുകൊണ്ട് തന്നെ അവ തുല്യമായിരിക്കും. അതായത് നമ്മൾ പരിഗണിച്ച ചതുർഭുജം ഇ എഫ് ജി എച്ചിൻ്റെ ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമായി. അതുകൊണ്ട് ഇ എഫ് ജി എച്ച് ഒരു സാമാന്തരികമായിരിക്കും. ഈ രീതിയിൽ വരയ്ക്കുന്ന ചതുർഭുജങ്ങളെല്ലാം സാമാന്തരികമായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ സാമാന്തരികം എപ്പോഴാണ് സമഭുജ സാമാന്തരികമാകുന്നതെന്നാണ്. റോംബസ് ആകുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഒരു സാമാന്തരികത്തിൻ്റെ വശങ്ങളെല്ലാം തുല്യമാകുമ്പോഴാണ് അത് സമഭുജ സാമാന്തരികമാകുന്നത്, റോംബസ് ആകുന്നത്. സിയും ഡിയും തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുത്തിയും എയും ബിയും തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുത്തിയും നമുക്ക് റോംബസ് ഫോം ചെയ്യാം അല്ലേ? ഒരു സമഭുജ സമാന്തരികം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ എ ബിയുടെ വശത്തിൻ്റെ നീളവും സി ഡിയുടെ വശത്തിൻ്റെ നീളവും തമ്മിൽ എന്താ ബന്ധമെന്നും കൂടെ നമുക്ക് നോക്കാം. സാമാന്തരികം സമഭുജ സാമാന്തരികമാകുമ്പോൾ, അതായത് എല്ലാ വശത്തിൻ്റെയും നീളം തുല്യമാകുമ്പോൾ എ ബിയുടെയും സി ഡിയുടെയും വശത്തിൻ്റെ നീളം എങ്ങനെ വ്യത്യാസം വരുന്നു എന്ന് നോക്കാം. ഇപ്പോൾ എല്ലാ വശത്തിൻ്റെയും നീളം തുല്യമായിട്ടുണ്ടല്ലേ? ഈ എല്ലാ വശത്തിൻ്റെയും നീളം തുല്യമാകുമ്പോൾ എ ബിയുടെയും സി ഡിയുടെയും നീളവും കൂടി തുല്യമാകുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. എ ബി സി ഡി എന്ന സാമാന്തരികം സമഭുജ സാമാന്തരികമാകുന്നത്, റോംബസ് ആകുന്നത് എ ബിയുടെയും സി ഡിയുടെയും നീളം തുല്യമാകുമ്പോഴാണ്. ഇതെങ്ങനെയാണ് തെളിയിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ത്രികോണം എ സി ഡി ഒന്ന് പരിഗണിക്കാം. എ സി എന്ന വശത്തിൻ്റെ മധ്യബിന്ദു എച്ചും എ ഡി എന്ന വശത്തിൻ്റെ മധ്യബിന്ദു ഇയുമാണ്. അത് യോജിപ്പിച്ച് വരയ്ക്കുന്ന വര എച്ച് ഇ മൂന്നാമത്തെ വശമായ ഡി സിക്ക് സമാന്തരവും ഡി സിയുടെ പകുതിയുമായിരിക്കും. എച്ച് ജി എന്ന വശം എ ബിക്ക് സമാന്തരവും പകുതിയുമാണെന്ന് ഇക്വേഷൻ 1 നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇ എഫ് ജി എച്ച് എന്ന സാമാന്തരികം സമഭുജ സാമാന്തരികമാകണമെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് വശങ്ങൾ തുല്യമായാൽ മതി. അതായത് എച്ച് ജി ഈക്വൽ ടു ഇ എച്ച് ആയാൽ മതി അല്ലേ? എച്ച് ജി എന്നത് എ ബിയുടെ പകുതിയും എച്ച് ഇ എന്നത് ഡി സിയുടെ പകുതിയുമായതുകൊണ്ട് എ ബിയും ഡി സിയും തുല്യമായാൽ ഇ എഫ് ജി എച്ച് എന്ന സാമാന്തരികം സമഭുജ സാമാന്തരികമാകും. അടുത്തത് ഇ എഫ് ജി എച്ച് എന്ന സാമാന്തരികം എപ്പോഴാണ് ചതുരമാകുന്നത്, റെക്റ്റാങ്കിൾ ആകുന്നതെന്ന് നോക്കാം. സാമാന്തരികമായതുകൊണ്ട് തന്നെ ഇതിലെ ഏതെങ്കിലും ഒരു കോൺ 90 ഡിഗ്രി ആകുന്നത് എപ്പോഴെന്ന് പരിശോധിച്ചാൽ മതിയാകും. ഇവിടെ ഡി സി എന്ന വര എക്സ്റ്റെൻഡ് ചെയ്ത് എ ബിയിലേക്ക് മുട്ടിച്ചിട്ടുണ്ട്. ആ പോയിൻ്റ് എം എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി ആംഗിൾ എച്ചും ആംഗിൾ എമ്മും എത്ര ഡിഗ്രി ഉണ്ടെന്ന് നോക്കാം. അത് ആംഗിൾ എച്ച് 90 ഡിഗ്രി ആകുന്നത് എപ്പോഴാണ്?
ആംഗിൾ എച്ച് മാറുന്നതിനനുസരിച്ച് എമ്മിൽ എന്താണ് വ്യത്യാസം വരുന്നത് എന്നുകൂടി ശ്രദ്ധിക്കുക. രണ്ടും ഒരുപോലെയാണ് മാറുന്നത് അല്ലേ? ആംഗിൾ എച്ച് 90 ഡിഗ്രി ആകുമ്പോൾ ആംഗിൾ എമ്മും 90 ഡിഗ്രി തന്നെ ആകുന്നു. അതായത് സാമാന്തരികം EFGH ഒരു ചതുരമാകണമെങ്കിൽ AB-ക്ക് ലംബമായി വരുന്ന വരയിലായിരിക്കണം രണ്ട് ബിന്ദുക്കൾ സിയും ഡിയും അടയാളപ്പെടുത്താൻ. ഇതെങ്ങനെയാണ് തെളിയിക്കുന്നതെന്ന് നോക്കാം. DC എന്ന വര AB-യിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. AB-യിൽ വന്ന് മുട്ടുന്ന പോയിന്റ് M എന്ന് അടയാളപ്പെടുത്താം. HEയും DCയും സമാന്തര വരകളാണെന്ന് ഇക്വേഷൻ 3-ൽ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ HEയും DMഉം സമാന്തര വരകളായിരിക്കും. അതായത് ആംഗിൾ എമ്മും ആംഗിൾ എച്ചും തുല്യമാണ്. ആംഗിൾ എച്ച് 90 ഡിഗ്രി ആകണമെങ്കിൽ ആംഗിൾ എമ്മും 90 ഡിഗ്രി ആകണം. അതായത് CD എന്നീ ബിന്ദുക്കൾ AB-ക്ക് ലംബമായ വരയിൽ വന്നാൽ EFGH ഒരു ചതുരമായിരിക്കും. EFGH എന്ന സാമാന്തരികം എപ്പോഴാണ് സമചതുരമാകുന്നത്, സ്ക്വയർ ആകുന്നത് എന്നാണ് അടുത്ത ചോദ്യം. ഒരു സാമാന്തരികം ഒരു സ്ക്വയർ ആകണമെങ്കിൽ, ഒരു സമചതുരമാകണമെങ്കിൽ അതിൻ്റെ എല്ലാ വശവും തുല്യമാകണം, എല്ലാ കോണുകളും 90 ഡിഗ്രി ആവുകയും വേണം. അതായത് EFGH എന്ന സാമാന്തരികം ഒരു സമചതുരമാകണമെങ്കിൽ, ഒരു സ്ക്വയർ ആകണമെങ്കിൽ മുൻപ് പറഞ്ഞ രണ്ട് കണ്ടീഷനും ശരിയാകണം. അതായത് AB = CD ആകണം, അതുപോലെ CD എന്നീ ബിന്ദുക്കൾ AB-ക്ക് ലംബമായ വരയിൽ വരികയും വേണം.